പിന്നെ ഈ വിൻസിയുടെ പരാതി എന്ന് പറയുന്നതിൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾ കേട്ടതും നമ്മൾ മനസ്സിലാക്കിയതും അങ്ങനെ ഒരു പരാതി കൊടുക്കാനൊന്നും വിൻസി തയ്യാറായിട്ടില്ല. പക്ഷേ വിൻസിയുടെ ആരോപണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഉണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അതിനടിസ്ഥാനത്തിൽ ഒരു വിശദമായ പരിശോധനയൊക്കെ നടത്തിയിട്ട് വേണം പോലീസ് അതിലേക്ക് ചെയ്യാൻ. പോലീസ് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, അതിനകത്ത് ഇങ്ങനെ ഇതിനിടെ അങ്ങനെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കേസെടുക്കാൻ കേസെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒരു നടനാണെന്നോ ഏതെങ്കിലും പൊന്നുതമ്പുരാനാണെങ്കിലും അത് കേസെടുത്തിരിക്കും. അതിലൊരു തർക്കവും വേണ്ട. അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം, ഒരു രാഷ്ട്രീയ നേതൃത്വം ഈ പോലീസിന് മുകളിൽ ഉണ്ട് കേരളത്തിൽ. അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാം. അതിലൊക്കെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് എത്തിയ സാഹചര്യം തന്നെ നമുക്കറിയാം. എന്തെല്ലാം ഭീഷണികളെ, അതിപ്പോൾ രഞ്ജിനി തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ആദ്യമാണ്, അത് വലിയ സന്തോഷം ഉണ്ടായി എന്നൊക്കെ. അതിൻ്റെ തുടർ നടപടികൾ എത്രത്തോളം എത്തി എന്നതൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ടാണ് കേരള ഗവൺമെൻറ് വളരെ ഇച്ഛാശക്തിയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ടത്, നിലനിന്നത്. ആർക്കൊപ്പം? ഈ കേരളത്തിലെ ഈ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന സ്ത്രീകൾക്കൊപ്പം നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഗവൺമെൻറ്. അപ്പോൾ